നമസ്കാരം. അമേരിക്കയെ തകർത്ത റഷ്യ മുന്നേറുന്നു. ആർട്ടിക് മഞ്ഞിൽ റഷ്യയുടെ തീ ബോംബുകൾ വർഷിക്കപ്പെടുന്നു. ആലങ്കാരികമായിട്ട് ഇത് പറയുന്നതാണെങ്കിലും ആർട്ടിക് മഞ്ഞിലും ഇറാൻ മണ്ണിലുമൊക്കെ റഷ്യയുടെ കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയല്ല, ഏത് രാജ്യം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഉപരോധങ്ങളെല്ലാം തള്ളിക്കൊണ്ട് റഷ്യ മുന്നോട്ട് പോകുന്നത് റഷ്യയുടെ ശക്തി അത്രത്തോളം വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളെയും ഏത് തരത്തിലുള്ള മോഹങ്ങളെയും തടയിടാൻ പറ്റുന്ന തരത്തിലേക്ക് റഷ്യ കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു ശ്രമം കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ വരുന്ന ഈ കാലത്ത്, ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് റഷ്യയുടെ കരുത്ത് എന്താണ് എന്ന് അമേരിക്ക തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ ഉക്രൈനിലെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തില് ആഗോള രാഷ്ട്രീയ വേദിയിൽ പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള വാഗ്വാദം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ എന്ന് പറയുന്നത്, കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ഇപ്പോൾ ഇവിടെ ഗ്രീൻലാൻഡ്, ഇറാൻ, നാറ്റോ, അമേരിക്ക എന്നിവയെക്കുറിച്ചൊക്കെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ ഒരു പുതിയ പ്രസ്താവനകൾ എന്ന് പറയപ്പെടുന്നത് ഈ ഭൗമ രാഷ്ട്രീയ സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളം വിപുലമായി കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് എന്നുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിവരണങ്ങളെ തുറന്നടിച്ച് തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് റഷ്യക്ക് എത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ റഷ്യ അങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ആർട്ടിക് മേഖലയും മിഡിൽ ഈസ്റ്റും യൂറോപ്പിലെ സുരക്ഷാ സമവാക്യങ്ങളും ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോഴാണ് റഷ്യയുടെ ഈ കുതിപ്പ് എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ആത്മവിശ്വാസത്തിന്റെ ആകാം, അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തിന്റെയും ആകാം. ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും തിരിച്ചടിക്കുവാൻ കരുത്തുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള ഉത്തമ ബോധ്യം, അതൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ അതിനേക്കാളേറെ അമേരിക്കയല്ല, ഏത് രാജ്യമാണെങ്കിലും വന്നാൽ ഞങ്ങൾ തകർക്കുമെന്നുള്ള വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. അത് എന്ന് പറയപ്പെടുന്നത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. അത് പക്ഷെ തകർച്ചയുടെ ലക്ഷണമാണ് എന്നുള്ളത്. എന്തായാലും ശരി, റഷ്യയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം റഷ്യക്കാർക്ക്, അല്ലെങ്കിൽ പുടിനെ പോലുള്ള നേതാക്കൾക്ക് ഉള്ളപ്പോഴാണ് അമേരിക്കയെ ഏത് വിധേനയും തളയ്ക്കുക, അവരുടെ മോഹഭംഗങ്ങൾ ഉണ്ടാക്കുക, അവരുടെ മോഹങ്ങൾക്ക് തടയിടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന റഷ്യ ചൈന ഭീഷണി എന്ന വാദം, അത് പലപ്പോഴും ലാവ്റോവിനെ പോലൊരു നേതാവ് ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. ആർട്ടിക് മേഖലയിലെ ഇടപെടലുകളിൽ റഷ്യക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നും ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള അമേരിക്കൻ ആശങ്കകൾ അതൊരു യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്നുമൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറയപ്പെടുന്നത് ഡെൻമാർക്കിന്റെ സ്വാഭാവിക ഭാഗമാണ് എന്നുള്ള വാദം തന്നെയാണ് ചരിത്രപരമായി തെറ്റാണ് എന്നുള്ള നിലപാടിലേക്ക് ലാവ്റോവ് മുന്നോട്ട് വച്ചിരിക്കുന്ന അവരുടെ വാദം, റഷ്യയുടെ വാദം. അതായത് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ സ്വാഭാവിക ഭാഗം ആണ് എന്ന വാദം തന്നെ ചരിത്രപരമായിട്ട് തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. നോർവേയുടെയോ ഡെൻമാർക്കിന്റെയോ ഭാഗമായിരുന്നില്ല ഗ്രീൻലാൻഡ്, മറിച്ച് അതൊരു കൊളോണിയൽ അധിനിവേശത്തിന്റെ ഫലമാണ് എന്നാണ് റഷ്യയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇന്ന് അവിടുത്തെ ജനങ്ങൾ ആ ഭരണക്രമവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ചരിത്ര യാഥാർത്ഥ്യം മാറ്റുന്നില്ല എന്ന് ലാവ്റോവ് പറയുമ്പോഴും ആ ചരിത്ര യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അവിടെ റഷ്യ വെക്കുകയാണ്. അപ്പോൾ ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡിന് ദേശീയ സുരക്ഷയുടെ പേരിൽ അമേരിക്കൻ നിയന്ത്രണത്തിലാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും അതിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ വ്യാപാര തീരുവകൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ ഇടപെടലും ഈ പ്രതികരണവും ഒക്കെ വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ആർട്ടിക് മേഖലയിലെ വിഭവങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂമിശാസ്ത്ര സ്ഥാനവും വലിയ ശക്തികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ അത് ഭീഷണികളിലൂടെയോ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെയോ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് അത് അപകടകരമാണ് എന്നുള്ള സൂചനയാണ് റഷ്യ നൽകുന്നത്. അതുകൊണ്ട് തൊട്ടാൽ പൊള്ളുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പാണ് അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ ട്രംപിന് റഷ്യ നൽകുന്നത്, അല്ലെങ്കിൽ പുടിൻ നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. തൊട്ടാൽ വെടി പൊട്ടും എന്നുള്ളതാണ്. ഗ്രീൻലാൻഡിനെ ഏതെങ്കിലും ഭാഗത്തിലൂടെ അമേരിക്കയോ ട്രംപോ ഏത് വിധേനെങ്കിലും തൊടുകയാണ് എന്നുണ്ടെങ്കിൽ വെടി പൊട്ടുന്നത് അടുത്ത നിമിഷം ഉണ്ടാകുമെന്നുള്ള സൂചന, മുന്നറിയിപ്പ് റഷ്യ നൽകുകയാണ്. അപ്പോൾ ഇറാനെ കുറിച്ചുള്ള വിഷയത്തിലും റഷ്യയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് വ്യക്തമാണ്. കാരണം വാഷിംഗ്ടന്റെ സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉപരോധ ഭീഷണികളും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇറാനുമായിട്ടുള്ള സാമ്പത്തികവും വ്യാപാരവുമായിട്ടുള്ള സഹകരണം
തുടരുമെന്ന് തന്നെയാണ് ലാവ്റോവിനെ പോലുള്ള നേതാവ് തുറന്നടിച്ചു പറയുന്നത്. കാരണം US താരിഫ് വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി ഉയർത്തിയിട്ടും സംയുക്ത പദ്ധതികൾ നിർത്തിവെക്കേണ്ട കാരണമില്ല എന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. റഷ്യ ഇറാൻ ബന്ധമെന്ന് പറയപ്പെടുന്നത് പാശ്ചാത്യ നിയന്ത്രണങ്ങൾക്ക് പുറത്തുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിന്റെ ഭാഗമാണ് എന്നും തങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ വ്യാപാരം നടത്തുവാനുള്ള അവകാശം റഷ്യ വിട്ടു നൽകുന്നില്ല എന്നുമൊക്കെയാണ് ലാവ്റോവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയത്തെ തുറന്ന് വെല്ലുവിളിക്കുന്ന നിലപാടായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അമേരിക്ക എന്നല്ല, ഇന്ന് ആര് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്ത് പ്രതിഷേധം അറിയിക്കുന്ന ഒരു രാജ്യമായിട്ട് റഷ്യ വളർന്നിരിക്കുന്നു. അല്ലെങ്കിൽ റഷ്യയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ ഉത്തമ ബോധ്യവും ആത്മവിശ്വാസവും കൂടിയിരിക്കുന്നു. ഇവിടെ നാറ്റോയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഭാഷ കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. പാശ്ചാത്യ സൈനിക സഖ്യം റഷ്യയുമായിട്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഗൗരവമായി തയ്യാറെടുക്കുകയാണ് എന്ന ആരോപണം ലാവ്റോവ് പറയുകയും ചെയ്യുന്നുണ്ട്, ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണം. അപ്പൊ നാറ്റോ ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നില്ല എങ്കിലും അവരുടെ സൈനിക വിന്യാസങ്ങളും പ്രസ്താവനകളും അതിന്റെ തെളിവാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നാറ്റോയ്ക്കുള്ളിൽ തന്നെ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില അംഗരാജ്യങ്ങൾ ഇപ്പോൾ മറ്റ് അംഗരാജ്യങ്ങൾക്കെതിരെയുള്ള ശത്രുതാപരമായിട്ടുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യയുടെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ മോസ്കോയും പാശ്ചാത്യ തലസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയാണ് കൂടുതൽ ആശങ്കകൾ ഉയർന്നു വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകൾ ഒരു യുദ്ധസമാനമാണ് എന്നുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യുദ്ധം. ഇപ്പോ യുക്രൈനിലെ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര ഒറ്റപ്പെടലും ഒക്കെ നേരിടുന്ന ഘട്ടത്തിലാണ് റഷ്യ ഇതേ പ്രസ്താവനകൾ അടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആർട്ടിക് സുരക്ഷ മുതൽ മിഡിൽ ഈസ്റ്റ് വ്യാപാര ബന്ധങ്ങൾ വരെ ആഗോള രാഷ്ട്രീയത്തിന്റെ പല മേഖലകളിലും പാശ്ചാത്യ സ്വാധീനത്തെ ചോദ്യം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ മോസ്കോ ശക്തമാക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ഗ്രീൻലാൻഡ്, ഇറാൻ, നാറ്റോ തുടങ്ങിയ വിഷയങ്ങൾ ഓരോന്നോരോന്നായി നോക്കുമ്പോൾ വ്യത്യസ്തമെന്ന് തോന്നാമെങ്കിലും അവയെല്ലാം ചേർന്നൊരു വലിയ ഭൗമരാഷ്ട്രീയ ചിത്രമാണ് രൂപപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് ഗ്രീൻലാൻഡ് വിഷയത്തിലാണെങ്കിലും ഇറാന്റെ വിഷയത്തിലാണെങ്കിലും നാറ്റോയുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അത് തത്വത്തിൽ ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആകെ ഈ സെർജി ലാവ്റോവിന്റെ പ്രസ്താവനകളും പാശ്ചാത്യ ലോകം മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷാ രാഷ്ട്രീയ വിവരണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമഗ്ര പ്രതികരണമായിട്ട് നമുക്കിതിനെ കാണപ്പെടേണ്ടിയിരിക്കുന്നു. ഏകപക്ഷീയമായിട്ടുള്ള ഭീഷണികളും ഒപ്പം തന്നെ ഉപരോധങ്ങളും കൊണ്ട് ലോകക്രമം നിയന്ത്രിക്കാനാവില്ല എന്നുള്ള സന്ദേശം റഷ്യ നൽകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ യുക്രൈനിലെ യുദ്ധം തുടരുന്നതിനിടെ തന്നെ ആർട്ടിക് മുതൽ മിഡിൽ ഈസ്റ്റ് വരെയുള്ള മേഖലകളിൽ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണവും അനിശ്ചിതത്വവും ആക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള കാര്യത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ റഷ്യയുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ മനസ്സ് എന്ന് പറയപ്പെടുന്നത്, അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മോഹങ്ങൾ വല്ലാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തകർത്തെറിയുക എന്നുള്ളതാണ്. അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യം മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ലോകക്രമം അനുസരിച്ചായിരുന്നുവെങ്കിൽ UN രക്ഷാസമിതി മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല. അമേരിക്കയെ ഭരിക്കുന്ന ഒരു മണ്ടനായ ട്രംപിനെ പോലൊരു നേതാവ് നടത്തുന്ന വിക്രിയകൾ എന്ന് പറയപ്പെടുന്നത് ലോകക്രമത്തെ തന്നെ ഇല്ലാതാക്കുന്നു. ലോകത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്നു. അത്തരത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു നേതാവിനെതിരെ, ഒരു രാജ്യത്തിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുമായിട്ടും തീരുമാനങ്ങളുമായിട്ടാണ് റഷ്യ പോലൊരു രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉക്രൈനിലടക്കം, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആർട്ടിക് മഞ്ഞിൽ ഉക്രൈനിൽ റഷ്യയുടെ തീ ബോംബുകൾ വർഷിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. അതേ കുതിപ്പ് അമേരിക്കൻ തലസ്ഥാനമായിട്ടുള്ള വാഷിംഗ്ടണിലടക്കം നടത്തി അത് സ്ഥാപിച്ചെടുക്കുവാൻ അവരുടെ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അതിന് നിമിഷ നേരം മതി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അമേരിക്കയുടെ തന്ത്രങ്ങൾ പിഴച്ചു പോകും. ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനങ്ങൾ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും. ആ രാജ്യത്തിൽ തീ ബോംബുകൾ വർഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ ട്രംപിന്റെ തീരുമാനങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ചിലപ്പോൾ റഷ്യയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് മാത്രം.